എന്തായാലും ദിലീപിന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തെറ്റുകൾ കാണും. ആ തെറ്റുകൾ അങ്ങേയറ്റം പൊറുക്കാനാവാത്തതുമാണ്. അത്രയും നാൾ അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം. പക്ഷേ അത് സത്യമാണ് എന്നുള്ളത് പൾസർ സുനിയെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്രയും നാളായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവന് തോന്നിയിട്ട് അവൻ പറയുന്നത്. അവന് നല്ല VIP പരിഗണനയോടുകൂടി അവൻ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ജയിലിൽ ഉണ്ടായിരുന്നു കാണും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ അവന് പറയണമെന്ന് തോന്നി പറയാൻ, അല്ലാതെ കുറ്റബോധം തോന്നി പറയാനായിട്ട് പൾസർ സുനി നീ വലിയ മഹാത്മാവൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നിന്റെ ഈ പറയുന്ന ഉടായ്പ പരിപാടിയൊക്കെ ചില മാധ്യമങ്ങളൊക്കെ സ്വീകരിക്കും, കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് എന്താണ് സത്യം എന്നുള്ളത് എന്തായാലും മറന്നീക്ക് പുറത്ത് വരട്ടെ. പല നാൾ കള്ള ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന പൾസർ സുനി ഒരു മൊഴി നടത്തുന്നത്. മൊഴി രഹസ്യമൊഴിയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പോലീസുകാർക്ക് പോലും അല്ലെങ്കിൽ ആർക്കും കൊടുക്കാത്ത മൊഴി. ഇപ്പോഴും മെമ്മറി കാർഡ് ഫോണൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രത്തോളം അതിൽ സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ സത്യമുണ്ട് എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം. എന്തായാലും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, തെറ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കെല്ലാം ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ഈ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്ന്